ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് കുറച്ച് കടുക്, അതുപോലെ തന്നെ ഉലുവ, കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയ ജീരകം. ഇനി കുറച്ച് വറ്റൽമുളക് വേണം. അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിക്കാത്തതും വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല ചുവന്ന മുളക് പൊടി, പിന്നെ കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല തൈര്, പുളിയുള്ള തൈര് തന്നെ വേണം. പിന്നെ കുറച്ച് ശർക്കര, അതായത് 2 അണി മതി. അത് ഒന്ന് ഉരുക്കിയെടുക്കുക. അത് അരിച്ചെടുത്തതാണ് ഇത്, ശർക്കരപ്പാനി. പിന്നീട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് മാമ്പഴം. ഇത് നല്ല നാടൻ മാമ്പഴമാണ്, ചെറിയ ഐറ്റമുള്ള നല്ല നാടൻ മാമ്പഴം, നല്ല ടേസ്റ്റിയുള്ള മാമ്പഴമാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ചന്ദ്രക്കാരൻ മാമ്പഴമാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും നന്നായി പഴുത്ത മാമ്പഴം എടുക്കുക. എന്നിട്ട് അതിൻ്റെ തോലി ഇതുപോലെ പൊളിച്ചെടുക്കുക. അല്ലെങ്കിൽ കത്തി കൊണ്ട് മെല്ലെ എടുത്താലും മതി. പക്ഷേ ഈ ഒരു രീതിയിലാണ് മിക്കവാറും എടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും. നല്ല പഴുത്ത മാമ്പഴമാകുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാൻ കഴിയും. പിന്നെ ചുണയുള്ളൊക്കെ മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് ചുണഭാഗം നന്നായിട്ടൊന്ന് ചെത്തിയതിന് ശേഷം തൊലിച്ചെടുക്കുക. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു അരമുറി തേങ്ങ, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നല്ല ജീരകം ചേർത്ത് നന്നായിട്ട് ഒരു പേസ്റ്റാക്കി ഒന്ന് അടിച്ചെടുക്കുക. ഞാനൊരു വിധമെല്ലാ നാടൻ മാങ്ങകൾ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചില സമയത്തൊക്കെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാറുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് കേട്ടോ ഇതുണ്ടാക്കാറുള്ളത്. തേങ്ങയിൽ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു ചട്ടി എടുക്കുക. മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ മാമ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ കൂടുതലൊന്നും വേണ്ട, ഇത്രയും മതി. അതുപോലെ തന്നെ മുളക് പൊടി, അതേ രീതിയിൽ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇത് നല്ല കളറുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളകും രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ച് പൊടിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും കളറ്. ആവശ്യാനുസരണം മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. പിന്നെ 2-3 മുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതും ആവശ്യപ്രകാരം കൂട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ അത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ തീ കത്തിക്കുക. എന്തായാലും ഈ ഒരു വെള്ളം ഒഴിക്കുന്നതാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കൂടുതലൊന്നും ഒഴിക്കരുത്. ഈ മാമ്പഴത്തിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. അതിനൊപ്പം വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ. അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക. അടി പിടിക്കുന്നൊന്ന് ശ്രദ്ധിക്കുക. ചില സമയത്ത് മാമ്പഴം പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കേണ്ട. ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റി വരണം. ഇടയ്ക്ക് ഇതുപോലെ തന്നെ നമ്മളൊന്ന് അടിയിൽ പിടിക്കണമെന്നുണ്ടോയെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കുക്കാവട്ടെ, നന്നായിട്ട് വേവട്ടെ. വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി റെഡിയായി വരട്ടെ. ഇപ്പോൾ ഏകദേശം വെള്ളം മൊത്തമായിട്ട് വറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി തീ കുറച്ചതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും തീ നല്ല കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഏകദേശമൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഒന്നുകൂടി വറ്റി വരട്ടെ. ഇതിനു മുമ്പ് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. മുമ്പ് ചേർത്തനാട്ടിലും നല്ലത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഉപ്പ് ചേർക്കുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പ് പാകത്തിന് ഉണ്ടോയെന്ന് നോക്കി വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ തേങ്ങ
നന്നായിട്ട് അരച്ചെടുത്തതാണ്. കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചിട്ടുള്ളത്. അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിള വരണം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ തൈര് ഒഴിക്കാൻ പാടില്ല. തേങ്ങയൊക്കെ ഒഴിച്ച് നന്നായി ഏകദേശമൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ തിളച്ച് മറിഞ്ഞ് റെഡി ആയതിന് ശേഷം മാത്രമാണ് നമുക്ക് തൈര് ഒഴിക്കാൻ പാടുള്ളൂ. അതിനു മുമ്പൊന്നും തൈര് ഒഴിക്കരുത്. അങ്ങനെ നമ്മുടെ എരിവും പുളിയും മധുരവും ഉള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശമൊക്കെ തയ്യാറായി. കുറച്ച് സമയം കൂടി നമുക്കൊന്ന് അല്പം സമയം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. അതിന് മുമ്പ് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തിട്ടുണ്ട്. എനിക്ക് ഓവർ വെള്ളമൊന്നും വേണ്ട, കുറച്ച് കുറുകിയ ഐറ്റംസിൽ ഉണ്ടാക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. താളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിടാം. പഞ്ചസാര നമുക്ക് ശർക്കരയ്ക്ക് പകരം ചേർക്കാം. അത് തൈര് ഒഴിച്ചതിന് ശേഷം മാത്രം ഇടാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ കൂടി പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളിയും കൂടി നമ്മുടെ പുളിശ്ശേരിയിൽ ചേർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റായിരിക്കും. ഉള്ളി നന്നായി മൂത്തതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് റെഡിയായി വരട്ടെ. അതിനുശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ആയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാൻ മറന്നു കേട്ടോ. ഏകദേശമൊക്കെ ആയ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചെടുക്കുക. ഈ ഒരു താളിപ്പ് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഈ വർഷം വിഷുവിന് മാമ്പഴ പുളിശ്ശേരി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നിറയെ മാമ്പഴം വീണുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. വെയിലും ഒക്കെ ആയിട്ട് മാമ്പഴം നന്നായിട്ട് വീഴുന്നുണ്ട്. ഈ ഒരു വിഷുവിനാണ് കൂടുതലും മാമ്പഴം നമുക്ക് താഴെ പെറുക്കാൻ കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു സമയമാണ് നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി ലാസ്റ്റ് ചേർത്താൽ മതി. കൂടുതലൊന്നും ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട, അല്പം ഉലുവാപ്പൊടി ചേർക്കുക. ഇതൊക്കെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. എന്തായാലും എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും നാട്ടുമുല്ല ചാനലിൻ്റെ വിഷു ആശംസകൾ.